പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്ത, ആരും നിർമ്മിക്കാത്ത ദൈവം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ഈ വചനത്തിൽ നാം മനസ്സിലാക്കുന്നു, ആദിയിൽ ഈ ലോക സൃഷ്ടികൾ ഉണ്ടാക്കപ്പെടുന്നതിന് മുൻപേ, യുഗാരംഭത്തിന് മുൻപേ ഉണ്ടായിരുന്നത് പിതാവായ യഹോവയാം ദൈവം മാത്രമാണ്. ആരുടെയും കരങ്ങൾ കൊണ്ടോ യന്ത്രങ്ങൾ കൊണ്ടോ ഉണ്ടാക്കപ്പെട്ടവനല്ല. സർവത്തിന്റെയും ഉടയവനാകുന്ന സർവലോക സൃഷ്ടിതാവാം യഹോവയായ ദൈവം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ ഉണ്ടായിരുന്നത് യഹോവയായ ദൈവം മാത്രമാണ്. ഈ ദൈവത്തെ ഈ ഭൂമിയിലുള്ള ആർക്കും ഇതുവരെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. യഹോവയാം ദൈവം സ്വർഗത്തിലിരിക്കുന്നു. തന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ, ആരാധിക്കുവാൻ സ്വർഗീയ സൈന്യത്തെ ദൈവം സൃഷ്ടിച്ചു നിർത്തി. ആ സൈന്യത്തിൽ നിന്ന് ഒരു കെരൂബിനെ ദൈവം തിരഞ്ഞെടുത്ത് തന്റെ സന്നിധിയിൽ സ്വർഗീയ സ്ഥലത്ത് നിർത്തി. എന്നാൽ ലൂസിഫർ എന്ന ആ കെരൂബ് തന്റെ സ്ഥാനലബ്ധിയിൽ ഒരു നിഗള മനോഭാവം ഉള്ളിൽ നിരൂപിച്ചത് ദൈവം അറിഞ്ഞു. അതുകൊണ്ട് ആ സ്ഥാനം അവന് നഷ്ടമായി. അവന്റെ ചിറക് വെട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. എന്നാൽ ഭൂമിയിൽ കിടന്നുകൊണ്ട് ദൈവത്തെക്കാൾ ഉന്നതനാകാൻ, താൻ അന്നോളമായിരുന്ന ആ സ്വർഗീയ സന്നിധിയിൽ നിന്ന് തനിക്ക് ലഭിച്ച സകല കഴിവും ശ്രേഷ്ഠതയും കൊണ്ട് ലൂസിഫർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്ന് നാം വായിക്കുന്നു. ഓരോ നിമിഷവും ലൂസിഫറിന്റെ ശ്രമം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സ്വർഗ സിംഹാസനം കരസ്ഥമാക്കുവാൻ പ്രയത്നിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവം ലൂസിഫറായ പിശാചിന്റെ വാസം ഭൂമിയിൽ നിന്നും നീക്കി പാതാളത്തിലേക്ക്, നാശകൂപത്തിലേക്ക് തള്ളിക്കളഞ്ഞു. ലൂസിഫറായിരുന്ന പിശാചിനെ ജയിക്കുവാൻ, ഭൂമിയെ വാഴുവാൻ സർവ സൃഷ്ടിതാവായ ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് മണ്ണുകൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കി. തന്റെ ജീവശ്വാസം ഊതിത്തന്ന് ജീവൻ പകർന്നു കൊടുത്ത മനുഷ്യന് ഭൂമിയിൽ ഒരു ഏദൻ തോട്ടം നിർമ്മിച്ചു നൽകി. ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിന് ആ ഏദൻ ഭൂമിയിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു ശരീരം ആവശ്യമായതിനാൽ അവൻ കൗശലമേറിയ പാമ്പിന്റെ ശരീരത്തിലൂടെ ആ ഏദൻ പൂങ്കാവനത്തിൽ കടന്നു. ആദിമ മനുഷ്യരായ ആദാം ഹൗവമാരിൽ അനുസരണക്കേടിനാൽ പാപം ചെയ്യിച്ചു. അവരെ ഏദനിൽ നിന്നും ദൈവം പുറത്താക്കി കെരൂബുകളെ കാവൽ നിർത്തി. എങ്കിലും ദൈവം താൻ സൃഷ്ടിച്ചവയിൽ ഏറ്റവും നല്ലതെന്ന് കണ്ട മനുഷ്യനെ കൈവിട്ടില്ല. പിശാചിനെ ജയിക്കുവാൻ ഈ ലോകത്തിൽ പാപത്തിൽ വീണുപോയ ഒരു മനുഷ്യനും കഴിഞ്ഞില്ല. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു സർവമഹത്വവും വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് മനുഷ്യ അവതാരമായി ഇറങ്ങി വന്നു. പാപത്താൽ വീണുപോയ പിശാചിന്റെ അടിമനുഖത്തിൽ അടിമകളായി തീർന്ന മനുഷ്യനെ വീണ്ടെടുപ്പാൻ, പാപമില്ലാതിരിക്കെ മാനവരാശിയുടെ മുഴുപാപവും വഹിച്ച് താൻ ഒരേ സമയം പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും മനുഷ്യ ശരീരത്തിൽ വേദനകളെ സഹിച്ചു ക്രൂശിൽ മാനവരാശിയുടെ രക്ഷകനായി ക്രൂശിനെ ജയിച്ചു മനുഷ്യന് രക്ഷയും വീണ്ടെടുപ്പും നൽകിത്തന്നു. ദൈവത്തിന്റെ പൂർണ്ണ മഹത്വത്തോടെ ഇന്നും പിതാവാം യഹോവയുടെ സന്നിധിയിൽ തന്നിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചു വരുന്ന മനുഷ്യന് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും രക്ഷയും നൽകി തന്റെ സഭയിലേക്ക് വീണ്ടും ആ ഏദൻ പർദീസയുടെ അനുഭവത്തിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ, ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, സകലവും അവൻ മുഖാന്തരവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ദൈവം ആദിയിൽ ഉണ്ടായിരുന്നു. ദൈവത്തെ ആരും നിർമ്മിച്ചതല്ല. ആദിയും അന്തവുമായവൻ, സകലത്തെയും സൃഷ്ടിപ്പാൻ കഴിവുള്ളവൻ, ഏതു സമയത്തും അവന്റെ സന്നിധിയിൽ കയറി ചെല്ലാൻ, അവനോട് പ്രാർത്ഥിപ്പാൻ യോഗ്യതയുള്ളവൻ, സർവത്തിനും മീതെ ഉന്നതനായവൻ, നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രം ദൈവം, നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ,
ആ യേശു ക്രിസ്തുവിനെ ആർക്കും വരയ്ക്കുവാൻ കഴിയില്ല. അവൻ ആത്മാവാകുന്നു, അവൻ നമ്മുടെ സ്നേഹമാകുന്നു, നമ്മുടെ ജീവനാകുന്നു, നമ്മുടെ വഴിയാകുന്നു, നമ്മുടെ വാതിലാകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 1 തീമോഥെയോസ് എഴുതിയ ലേഖനം 6 അധ്യായം 15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവന് ആയവൻ എന്ന്. അപ്പോൾ ഈ കർത്താവിനെ ഒരു ചില്ലുകൂടാരത്തിലും ഒതുക്കി വെക്കുവാൻ കഴിവുള്ളതല്ല. ഒരു മെഴുകുതിരി വെട്ടത്തിന്റെയും ആവശ്യമില്ലാത്ത ദൈവം, പ്രവർത്തിപ്പാൻ ഒരു സീസണും ആവശ്യമില്ലാത്തവൻ, ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും പ്രവർത്തിപ്പാൻ ശക്തനായവൻ, നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രം ദൈവം. അവൻ ഇന്നും എന്നേക്കും അനന്യൻ. മനുഷ്യരുടെ കയ്യാലോ ഒരു കണ്ടുപിടുത്തത്തിനാലോ നിർമ്മിക്കുവാൻ കഴിയുന്നതല്ല ഈ ദൈവത്തെ. ഈ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. ഈ നിത്യനായ ദൈവത്തെ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ, നിത്യതയ്ക്കായി ഒരുക്കപ്പെടുവാൻ എല്ലാ സഹോദരങ്ങളെയും യേശു ക്രിസ്തു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.